യേശുവിൽ സ്നേഹമുള്ളവരെ, ആദ്യമേ ഏവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും മംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നാം വായിക്കുക. പാക്സ് റൊമാന, റോമൻ പീസ് എന്ന് പറയുന്ന ഒരു വലിയ ചരിത്ര വസ്തുത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന വാചകങ്ങളാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു, ലോകമാസകലം എല്ലാ ജനങ്ങളും, റോമാ സാമ്രാജ്യത്തിലെ എല്ലാ ജനങ്ങളും തങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന്. അന്ന് വളരെ പ്രസിദ്ധമായ ഒന്നാണ് അഗസ്റ്റസ് സീസറിൻ്റെ വിഖ്യാതമായ ഭരണം. അച്ചടക്കവും അതുപോലെ ക്രമസമാധാനവുമൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടം. പക്ഷേ അഗസ്റ്റസ് സീസർ, റോമൻ സാമ്രാജ്യം സ്ഥാപിച്ച അഗസ്റ്റസ് സീസർ, അദ്ദേഹം എല്ലാം അടിച്ചമർത്തലിലൂടെയാണ് ഈ സമാധാനം നേടിയെടുത്തത്. ഇത് യഥാർത്ഥ സമാധാനം അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മളാദ്യം ഇന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതും ഇത് തന്നെയാണ്. എവിടെയാണ് യഥാർത്ഥ സമാധാനം? മാലാഖ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുപ്പിറവിയുടെ ആ പ്രഖ്യാപനം നടത്തുന്നത്. ഈ യഥാർത്ഥ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാവുക? അടിച്ചമർത്തലോ ഭീഷണിയോ സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കലോ അല്ല യഥാർത്ഥ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ സമാധാനം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണമെങ്കിൽ അവിടെ നീതിയും കാരുണ്യവും ഉണ്ടാകണം. ഇന്ന് നമ്മുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ, നമ്മുടെ ഇഷ്ടം നടപ്പിൽ വരുത്താൻ, നമ്മുടെ സ്വാർത്ഥതയുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ മനുഷ്യൻ വെമ്പൽ കൂടുകയാണ്. അങ്ങനെ വെമ്പൽ കൂട്ടുന്ന ഈ അവസരത്തിൽ ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: കർത്താവിൻ്റെ സ്നേഹവും സ്വാതന്ത്ര്യവും സമാധാനവും നിൻ്റെ ഹൃദയത്തിലുണ്ടോ? എവിടെ നീ വിട്ടുകൊടുക്കുന്നു? എവിടെ നീ മറ്റുള്ളവരുടെ മേൽ വെട്ടിപ്പിടിക്കാതിരിക്കുന്നു, കുതിര കയറാതിരിക്കുന്നു? നീ തന്നെ സ്വയം പിൻവലിയുന്നു, വിട്ടുകൊടുക്കുന്നു, എളിമപ്പെടുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിൽ ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ബേത്ലഹത്തെക്കുറിച്ചാണ്. ബേത്ലഹം ദാവീദിൻ്റെ പട്ടണമാണ്. സാമുവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായിട്ട് അഭിഷേചിക്കുന്നത് ഈ ചെറിയ പട്ടണത്തിലാണ്. പ്രത്യേകമായ 1-ാം അധ്യായം ലൂക്കാ 1:32 ഇപ്രകാരമുള്ള ആ ഒരു പ്രവചനം നമ്മൾ കാണുന്നുണ്ട്: അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഈ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഈശോ വാഴുന്നു. അതിൻ്റെ വലിയ സൂചനയാണ് ഈശോ ബത്ലഹേമിൽ ജനിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം, എന്നുള്ളത് വ്യക്തമാക്കുക. പക്ഷെ അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ്. ബേത്ലഹം എന്ന് പറയുമ്പോൾ അപ്പത്തിൻ്റെ ഭവനം, അഭയത്തിൻ്റെ ഭവനം എന്നൊക്കെ നമുക്ക് അതിനർത്ഥം കൊടുക്കാം. പക്ഷേ ചിലപ്പോൾ അതങ്ങനെ ആകുന്നില്ല. കാരണം ബേത്ലഹേമിലെ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മൾ വായിക്കുന്നുണ്ട്. കറ്റലൂമ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തു കൂടിയാണ് ലൂക്കാ സുവിശേഷകൻ കാറ്റലൂമ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അത് ലൂക്കാ 22:11 പെസഹ ഭക്ഷണം ഒരുക്കുന്ന വീടിനാണ് അത് പറയുക. അപ്പോൾ ആദ്യത്തേത് ഒരു തിരസ്കരണത്തിൻ്റെയും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെയും ഒരു രംഗമാണെങ്കിൽ, രണ്ടാമത്തെ കാറ്റലൂമ അത് പങ്കുവയ്ക്കലിൻ്റെ, ബലിയാകലിൻ്റെ ഒരിടമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്.
അപ്പോൾ ആദ്യത്തെ സത്രത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന് ഒരാൾ നടത്തുന്ന ത്യാഗപൂർണമായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പങ്കുവെക്കലിന് നടത്തുന്ന യാത്രയുടെ പേരാണ് ക്രൈസ്തവ ജീവിതം എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്ന, അപ്പം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന ഭവനമാകട്ടെ, ജീവിതമാകട്ടെ എന്ന് ഈ ക്രിസ്മസ് വേളയിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ആ ആട്ടിടയന്മാരെ പറ്റിയാണ്. നമ്മൾ ആട്ടിടയന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിക്കായിട്ട് ചിന്തിക്കാറുണ്ട്. കർത്താവിൻ്റെ അല്ലെങ്കിൽ മാലാഖയുടെ സന്ദേശം ആദ്യം കിട്ടിയവർ, വളരെ അനുഗ്രഹീതരായവർ, ഭാഗ്യവാന്മാർ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ആട്ടിടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാടോടികളെ പോലെ തന്നെയാണ്. അവരെ യഹൂദ സമൂഹം പുച്ഛത്തോടു കൂടിയിട്ടാണ് കണ്ടിരുന്നത്. അവരിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് ഈ ആട്ടിടയന്മാർ. അവരെ സംബന്ധിച്ച് ഉപജീവനമാർഗം ആടുമേക്കലാണ്. പക്ഷെ അവരെ കണ്ടിരുന്നത് മറ്റുള്ളവരുടെ പുൽമേടുകളിൽ ആടിനെ മേയ്ക്കുന്നവർ, ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളന്മാരും കവർച്ചക്കാരുമായി, വിശ്വസിക്കാൻ കൊള്ളാത്തവരായിട്ട് ആ കാലം കണ്ടിരുന്ന ഒരു കൂട്ടരാണ് ഈ പാവം ആട്ടിടയന്മാർ. അവർക്ക് വലിയ വിശ്വാസ്യതയൊന്നുമില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ സന്തോഷ വർത്തമാനം ദൈവം അറിയിക്കുന്നത്, മാലാഖമാരറിയിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ അഗസ്റ്റ് സീസറിൻ്റെ വലിയ പ്രതാപവും പ്രൗഢിയുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ ശക്തി, ആ ശക്തിയെല്ലാം അവസാനിക്കുന്നു. പ്രതാപവാന്മാരെ, ശക്തന്മാരെ കിരീടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന ദൈവം, എളിയവരെ ഉയർത്തുന്ന ദൈവം. പരിശുദ്ധ അമ്മ പറഞ്ഞ എത്രയോ വാസ്തവമാണ്. ഒന്നുമില്ലാത്ത, സമൂഹം അംഗീകരിക്കാത്ത പാവപ്പെട്ട ആട്ടിടയന്മാരെ കർത്താവ് ഇതാ കൈപിടിച്ചുയർത്തുന്നു. അവരെ കൈപിടിച്ച് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് നയിക്കുന്നു. നമുക്കും ഇതൊരു പാഠമാണ്. ബെത്ലഹേം പുൽക്കൂട് അതെല്ലാവർക്കും ഉള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ ഈ ഒരു വേർതിരിവ് കടന്നു വരാറുണ്ട്. സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ട്. ചിലപ്പോൾ അഭിജാത്യം, കുടുംബ മഹിമ, പണം, ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ഒന്നാമത് സ്വീകരിച്ചിരുത്തുക. ഒന്നുമില്ലാത്തവനെ സ്വീകരിച്ചിരുത്താൻ, ഇവിടെ നിനക്ക് സ്ഥലമുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കഴിവുകൾ കൊടുത്തുകൊണ്ട്, നമ്മുടെ സാമ്പത്തികമായ സഹായം നൽകിക്കൊണ്ട് പലപ്പോഴും നമ്മൾ ഇന്ന് മറ്റുള്ളവരെ ആട്ടിപ്പുറത്താക്കുന്ന അവസ്ഥയല്ലേ എന്ന് ചിന്തിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് നോ പാർക്കിംഗ്, നോ റൂംസ് അവൈലബിൾ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എഴുതി വച്ചിരിക്കുകയാണ്. ചിലപ്പോൾ എഴുതാതെ പറയുകയാണ് ഇവിടെ സ്ഥലമില്ല എന്ന്. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സ്ഥലമുണ്ടാകണം എന്നുള്ള വലിയ സത്യം കൂടി നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അതിനാൽ പ്രിയരെ, നമുക്ക് ഈ 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. യഥാർത്ഥ സമാധാനവും സന്തോഷവും വേണമെങ്കിൽ അവിടെ സ്നേഹവും കരുണയും നീതിയും ഉണ്ടാകണം എന്നോർക്കാം. ബെത്ലഹേം യഥാർത്ഥ അർത്ഥം യോജിപ്പിക്കുന്ന അപ്പത്തിൻ്റെ ഭവനം എന്ന് ഉള്ള അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. മറ്റുള്ളവർക്ക് അഭയം നൽകുന്ന ഭവനമായി, ഹൃദയമായി നമ്മുടേത് മാറട്ടെ എന്ന് ഈ ക്രിസ്മസ് വേളയിൽ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും, പരിത്യക്തരായവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു ജീവിതവും ഭവനവുമാകട്ടെ നമ്മളുടേത് എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നേരുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.